അസമിലെ സിൽച്ചറിൽ നിന്നുള്ള പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് വണ്ടി അരണയിൽ കയറി ഇവിടെ സിൽച്ചർ വന്നിട്ട് തിരിച്ചിവിടെ നിന്ന് ഇനി ദിബ്രുഗഡ് പോവാണ്. അപ്പോൾ ഇതാണ് സിൽച്ചർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ. ഇത് ശരിക്കും ഇതൊരു എൻഡ് സ്റ്റേഷനാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈനില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ അരണ എക്സ്പ്രസ്സിനെ തന്നെ ആ റേക്ക് വെച്ചിട്ട് ഓടുന്ന ബറക് ബ്രഹ്മപുത്ര എന്നൊരു വണ്ടിയാണ്. ഇത് സിൽച്ചറിന് ന്യൂ ടിൻസുക്കിയ എന്ന സ്ഥലം വരെ പോകുന്നതാണ്. നമ്മൾ അതിന് കയറി ദിബ്രുഗഡ് വരെ പോകും. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സമയം ഒന്ന് നോക്കി, 5:11. നോക്ക് എന്തിരുട്ടാ നോക്കി. ഇവിടെ 4 മണിയാകുമ്പോഴേ നേരെ ഇരുട്ടും. അതാണൊരു പ്രശ്നം. കണ്ടോ, രാവിലെ 5 മണിയാകുമ്പോൾ നേരം വിളക്കും, വൈകിട്ട് 4 മണിയാകുമ്പോൾ നേരെ ഇരുട്ടും. എന്താല്ലേ, ഈ നോർത്തിലൊക്കെ വരുമ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും സ്ഥിരമാണ്, ഈ നേരത്തെ നേരം ഇരുട്ടുന്ന ഒരു പരിപാടി. പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് സ്റ്റേഷൻ. ദിവസം കാണിച്ചില്ലായിരുന്നു, ചെറിയൊരു സ്റ്റേഷനാണ്, എത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബറക് ബ്രഹ്മപുത്ര എക്സ്പ്രസ് എവിടെ കിടക്കുന്നതെന്ന് പോയി നോക്കണം. സിൽച്ചർ എന്ന് പറയുന്നത് ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. അതായത് ബദർപൂർ ജംഗ്ഷൻ എന്ന അവിടെ നിന്ന് ലൈൻ തിരിഞ്ഞ് വരുന്ന ഒരു ടെർമിനൽ സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് ട്രാക്കൊന്നുമില്ല, സിൽച്ചർ വരെയുള്ളൂ ട്രാക്ക്. ഇലക്ട്രിഫിക്കേഷനൊക്കെ ആയിരുന്നെങ്കിലും ഇവിടെ ഇപ്പോഴും ഡീസൽ ലോക്കോ വെച്ചാണ് വണ്ടികളൊക്കെ ഓടുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഡീസൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യാർഡിൽ നിന്നും കോച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടുന്നതിനാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് യാർഡിൽ നിന്നും ഓരോ റേക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിടുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റേഷൻ്റെ ബോർഡിൽ നമുക്ക് 3 ഭാഷയെ കാണാൻ പറ്റത്തുള്ളൂ, ഹിന്ദിയും ഇംഗ്ലീഷും. പിന്നെ അസമീസ് ഭാഷയാണ് ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അസമീസ്, ഹിന്ദി, ഇംഗ്ലീഷ്. അതിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു RMS ഉണ്ടെന്ന് തോന്നുന്നു. പഴയ ഒരു ലെറ്റർ ബോക്സ് ഇരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. ഇവിടെ സിൽച്ചറിലെ കോച്ചിൻ ഡിപ്പോ ആണ് അവിടെ കേട്ടോ. ആ കിടക്കുന്ന റേക്ക് നമ്മൾ പോകുന്ന റേക്കാണ്. ഞാൻ എൻ്റെ ബോർഡ് കണ്ടു, അപ്പോൾ എനിക്ക് മനസ്സിലായത് തന്നെയാണ്. അതായത് ഇന്നലെ വന്ന അരണ എക്സ്പ്രസിൻ്റെ റേക്കാണ് ഇന്ന് നമ്മൾ പോകുന്ന ബറക് ബ്രഹ്മപുത്രൻ എന്ന ഈ വണ്ടിയുടെ റേക്ക് കേട്ടോ. ഇത് ഇവിടെ നിന്ന് സിൽച്ചറിന്ന് ന്യൂ ടിൻസുക്കിയുണ്ട്, ദിബ്രുഗഡ് അപ്പുറം അവിടെ വരെ പോകുന്ന ഒരു വണ്ടിയാണിത്. നമ്മുടെ റേക്ക് തേണ്ട ഇപ്പോഴേ എത്തി കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? 6 മണിയായി. ഇപ്പോഴേ റേക്ക് വന്നു കേട്ടോ. ഇതെന്താ പുറകിലൊരു എക്സ്ട്രാ കോച്ചൊക്കെ ഉണ്ടല്ലോ, ഇത് എനിക്ക് മിക്കവാറും ട്രാൻസിറ്റ് എല്ലാം കൊണ്ടുപോയിരിക്കും. അത് തന്നെ ബോർഡൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അത് തന്നെയാണ് തോന്നുന്നു ബോർഡ്. ഇനി വല്ല ഷണ്ടിങ് വല്ലതും ആണോ? അല്ലല്ല, ഇത് തന്നെയാ കേട്ടോ. ബോർഡൊന്നും മാറ്റിയില്ല. പക്ഷേ ഇത് എന്തിനാ ബോർഡ് മാറ്റുന്നത്? ഇവിടുത്തെ വണ്ടികൾക്ക് ബോർഡ് ഉണ്ടെങ്കിലും ഇല്ലേലും ഒരുപോലെ. ഇവിടത്തെ ബോർഡ് മാറ്റിയിട്ടുണ്ട് കേട്ടോ, സിൽച്ചർ ന്യൂ തിൻസുക്കിയ. അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കഴുകിയിട്ട് അന്ന് കഴുകാറ് പോലും ഇല്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇന്നലെ വന്നിട്ടും ഇന്നത്തെ അവസ്ഥ കണ്ടോ, കഴുകി തൊട്ടിട്ട് പോലില്ല. അറിയോ, സ്ലീപ്പറൊന്നും തൊട്ടിട്ടില്ല ഇവർ. എന്തോ പരിപാടിയൊക്കെയാണ് നോക്കണേ. നമ്മളിവിടെ വന്ന അരണയുടെ ആ സെയിം റേക്ക് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അത് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. വെള്ളം തൊട്ടിട്ടില്ല. വേറെ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, മെയിൻ്റനൻസോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വെള്ളം എന്ന് പറഞ്ഞാൽ സാധനം തൊട്ടിട്ടില്ല കേട്ടോ. എന്ത് പരിപാടിയല്ലേ. ഞാൻ കയറുന്നതിൻ്റെ സെക്കൻഡ് AC-യിലാണ്. കഴിഞ്ഞ ദിവസം A2 ആയിരുന്നല്ലോ, ഇന്ന് A1-ലാണ് എൻ്റെ സീറ്റ് കേട്ടോ. കോച്ചൊന്നും എന്തായാലും ഇപ്പോഴേ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കോ ഒക്കെ നോക്കിയിട്ട് വരണം പോയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നത് D കോച്ചിലായിരുന്നു കേട്ടോ, A2 സെയിം കോച്ചിൻ്റെയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് A1-ലാണ് എൻ്റെ സീറ്റ്, സൈഡിൽ ഓവർ. കറക്റ്റ് ഇന്നടത്ത് തന്നെ മിക്കവാറും ചോട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടാണ് എൻ്റെ സീറ്റ്, A1-ൽ. ഇത് അത്യാവശ്യം ആൾ കയറുന്നുണ്ട് കേട്ടോ. ജനറലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. എന്നാലും ഇവർക്ക് ഈ വണ്ടി ഒന്ന് കഴുകിക്കൂടെ അല്ലേ? എന്ത് വൃത്തികേടാശോ എൻ്റെ ദൈവമേ. AC ഒഴിച്ച് ബാക്കി എല്ലാം പുറത്തൂടെ അകത്തൂടെയും കച്ചറ കേട്ടോ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലോക്കോ നോക്കണം. അപ്പോൾ ലോക്കോ ഒരു WDP 4D ലോക്കോ ആണ്, 40-325 കേട്ടോ. ന്യൂ ഗുവാഹട്ടി ഷെഡിൻ്റെ ലോക്കോ ആണ് WDP 4D. ലോക്കോ എടുക്ക് എല്ലാം അഴുക്കാണ് കേട്ടോ. ഇവര് ഒന്നും കഴുകാറില്ല, അത് എനിക്ക് ശരിക്കും മനസ്സിലായി. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിലും കോച്ചൊക്കെ ആണെങ്കിലും ലോക്കോ ആണെങ്കിലും അത്യാവശ്യം വൃത്തി ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല, ഒന്നിനും വൃത്തിയില്ല. ലോക്കോ ഒക്കെ ഇവർ നേരത്തെ ഓണാക്കിയിട്ട് കേട്ടോ. ക്രൂ ഒന്നും കയറിയിട്ടൊന്നുമില്ല, ലോക്കോ ഒക്കെ ഓണാണ്. ലോക്കോയും കണ്ടോ ഒരു വൃത്തിയില്ല, എന്തോ സാധനമൊക്കെയാണ് എന്തോ. ഇതങ്ങ് ന്യൂ തിൻസുക്കിയ വരെ ഡീസൽ ലോക്കോ ചോടുന്ന വണ്ടിയാണ്. ഇവിടെ ബദർപൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ അടുത്ത സ്റ്റോപ്പ്, അവിടെ ഇതിന് ലോക്കോ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോക്കോ നേരെ തിരിഞ്ഞ് അപ്പർ സൈഡിൽ പോയി അവിടെ പോയി അറ്റാച്ച് ചെയ്തായിരിക്കും നമ്മളിനി ദിബ്രുഗഡ് ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടുത്തെ ലോക്കോ അല്ല, ഈ ന്യൂ ഗുവാഹട്ടി ഷെഡിൻ്റെ ലോക്കോ കേട്ടോ. ന്യൂ ഗുവാഹട്ടിയും ഇടയ്ക്ക് സിലിഗുഡിയും വരും, പക്ഷെ ഇപ്പോൾ ന്യൂ ഗുവാഹട്ടിയാണ് കൂടുതലും കാണുന്നത്. നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ 15641 എന്നാണ്. സിൽച്ചറിന് ന്യൂ ടിൻസുക്കിയ കേട്ടോ. 15641 ബറക് ബ്രഹ്മപുത്ര എക്സ്പ്രസ്, അതാണ് ഈ വണ്ടിയുടെ പേര്. നമ്മളീ പോകുന്ന ഈ വണ്ടിയുടെ പേര് കണ്ടോ, ബറക് ബ്രഹ്മപുത്ര. ഈ സിൽച്ചറൊക്കെ ഉള്ള ശരിക്കും ബറക് വാലി എന്നൊരു വാലിയിലാണുള്ളത്.
ബ്രഹ്മപുത്ര ദിബ്രുഗഡിലൂടെ അവിടെ ഒഴുകുന്ന നദിയുടെ പേരാണ്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനൊരു മീനിങ്ങിലാണ് അങ്ങനെ പേരിട്ടത്. അപ്പോൾ ഈ വണ്ടി ഇതൊരു വീക്കിലി വണ്ടിയാണ്. അരണ എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ച് ഓടുന്ന ശനിയാഴ്ച മാത്രം സിൽച്ചർ എടുക്കുന്ന ഒരു വീക്കിലി വണ്ടിയാണ്. ശനിയാഴ്ച ഇവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ 7:00 ഇവിടെ നിന്ന് എടുക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ന്യൂ തിൻസുക്കിയ എത്തും. നമ്മൾ ദിബ്രുഗഡ് എത്തുന്ന 8:30-ക്കാണ്. അപ്പോൾ നാളെ ഇത് രാത്രി ന്യൂ തിൻസുക്കിയ എടുത്തിട്ട് തിങ്കളാഴ്ച ഇത് ഇങ്ങോട്ടെത്തും, സിൽച്ചർ എത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. 15641 down Silchar New Tinsukia Borak Brahmaputra Express is on platform number 1. অনুগ্রহ করে শুনবেন গাড়ির সংখ্যা 1564 डाउन सिलचर न्यू तिनसुकिया बोराक ब्रह्मपुत्र एक्सप्रेस 1 नंबर प्लेटफॉर्म में दाঁড়িয়ে আছে। कृपया ध्यान दें गाड़ी संख्या 15641 डाउन सिलचर न्यू तिनसुकिया बोराक ब्रह्मपुत्र एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर खड़ी है। ഞാൻ പറഞ്ഞതിൽ സ്വല്പം തിരുത്തുണ്ട്. ബറക്കെന്നല്ല ബോറാക്ക് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അനൗൺസ്മെൻറ്റിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. സ്പെല്ലിംഗ് BARAK എന്നാണ്, പക്ഷേ പ്രൊണൗൺസ് ചെയ്യുന്നത് ബൊറാക്ക് എന്നാണ്. ബൊറാക്ക് ബ്രഹ്മപുത്ര എക്സ്പ്രസ് അനൗൺസ്മെൻറ്റിൽ അങ്ങനെ പറഞ്ഞത്. സിൽച്ചറിലേക്ക് ഇപ്പോൾ ഒരു വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നതുണ്ടോ? ഇത് അഗർത്തലയിൽ നിന്ന് സിൽച്ചർ വരെ വരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. അപ്പോൾ അതാണ് ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് അഗർത്തലയിൽ നിന്ന് രാവിലെ 11 എടുക്കുന്ന വണ്ടിയാണ്. അവിടെ നിന്ന് ശരിക്കും 250 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക്, പക്ഷേ ടൈം എടുക്കും. ഇതേപോലെ ഘാറ്റ് സെക്ഷൻ പോലത്തെ വഴിയാണ്. അമ്മ ഇതിന്റെ ലോക്കോ നിങ്ങൾ കേട്ടോ, WDG4 ട്വിൻസ് പോലെ മറ്റേ ഗുഡ്സ് ലോക്കോ ഉണ്ടല്ലോ WDG4, അതിന്റെ ട്വിൻ ലോക്കോ ആണ് കേട്ടോ. 2 ഓണാണ്, മുന്നിലത്തെ പുറകിലത്തെ ഓണാണ് കേട്ടോ. റിസർവേഷൻ ഉള്ള വണ്ടിയാണ്. സ്ലീപ്പർ AC ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്ര കുറച്ച് ദൂരം ഓടുന്നുള്ളൂ, പക്ഷെ റിസർവേഷൻ ഒക്കെ ഉണ്ട്. AC 3 ടയർ, മിക്കവാറും വണ്ടിയുടെ റേക്ക് ഷെയറിംഗ് പോലെ ആയിരിക്കും. 3 ടയർ, ചെയർ കാർ എല്ലാം ഉണ്ടല്ലോ. ചെയർ കാർ, 3 ടയർ, സ്ലീപ്പർ. നമ്മുടെ കോച്ച് തുറന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കോച്ച് A1 ആണ്. തുറന്നു, AC ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ബെഡ്ഷീറ്റൊന്നും വെച്ചിട്ടില്ല, മിക്കവാറും ഇപ്പോൾ തരത്തേ ഉള്ളൂ. ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബെർത്ത് കേട്ടോ, സൈഡിൽ ഓറ്. ഇവിടുത്തെ ഈ ബെർത്തിന് ഇത് കണ്ടോ, ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ വലിച്ച് നീട്ടി എന്തോ ഇടുന്നുണ്ടോ സെറ്റപ്പാണ്. ഞാനിതൊന്ന് നീട്ടിയിടട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചിട്ട് എന്തുവാന്ന്. ഇതിങ്ങനെ അന്ന് മുകളിലോട്ട് വലിച്ചിട്ട് ഇങ്ങനെ നീട്ടിയിട്ട്, പക്ഷേ ഇത് നീട്ടിയിട്ടിട്ട് വലിയ എന്തോ എനിക്കത് വ്യത്യാസം തോന്നിയൊന്നുമില്ല. എന്ത് വലിയ കൺസെപ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നീട്ടിയിട്ടുള്ള പരിപാടിയാ, എന്തൊക്കെ പരിപാടിയാണെന്തോ. ഇതിൽ അറ്റൻഡർമാരോടെല്ലാം കമ്പനിയായി കേട്ടോ. അരണയിൽ ആ സെയിം അറ്റൻഡർമാർ തന്നെ ഇതിനകത്തും. അത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ വന്നതല്ലേ, ഇങ്ങോട്ട് പോകാൻ? ഞാൻ പറഞ്ഞു ദിബ്രുഗഡ് പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് അവർ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. കമ്പനിയായിട്ടോ. അറ്റൻഡർമാർ നല്ല നീറ്റായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. സാധാരണ വേറെ ചില ട്രെയിനിലൊക്കെ കാണുന്ന പോലെ മടിയന്മാരല്ല, നല്ല പണിയെടുക്കുന്ന അറ്റൻഡർമാരാണ് ഇതിനകത്ത്. ഈ AC 2 ടയറിന്റെ ലേഔട്ടൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടെ കയറുമ്പോൾ തന്നെ മറ്റേ കൂപ്പേ സ്റ്റൈലിലുള്ള ഒരു അപ്പുറം ലോറും ഉണ്ട്. ഇത് മറ്റേ മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറയിലുണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിയ കോച്ചാണ്. സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സെക്കൻഡ് AC ആണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് അങ്ങനെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു അപ്പുറം ലോറി, ഇവിടെ ശരിക്കും ഒരു കപ്പിൾസിനൊക്കെ കിട്ടിയ നല്ല സൈഡ് കേട്ടോ. അപ്പുറം ലോറി കട്ടറൊക്കെ ഇതാക്കിയിട്ടല്ലേ, നല്ല വലിയ കോച്ച് പോലെ ഫീൽ ചെയ്യുന്നു. അറ്റൻഡർ ചേട്ടൻ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടിട്ടുണ്ട്. ലംഡിംഗ് ഡിവിഷൻ കേട്ടോ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ. വിഷ് യു ഹാപ്പി ജേർണി. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നു, എന്തോ തിരക്കാന്ന് നോക്കിയാൽ ഇത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ്. ഇത് ഡൽഹിയിൽ നിന്ന് സിൽച്ചർ വരെ വന്ന പൂർവോത്തർ സമ്പർക്രാന്തി എന്നൊരു വണ്ടിയാണ് കേട്ടോ, പൂർവോത്തർ സമ്പർക്രാന്തി. അപ്പോൾ അത് വന്നതിൻ്റെ തിരക്കാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടിയില്ല, നല്ല തിരക്കാണോ എനിക്ക്. നല്ല ആൾ ഇറങ്ങിയിട്ടുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഒരു 2-3 വലിയ ഹോൺ അടിച്ചിട്ടാണ് നമ്മുടെ ലോക്കപ്പയിലിട്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നത്. ബൊറാക്ക് ബ്രഹ്മപുത്ര എക്സ്പ്രസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് 1 മണിക്കൂറിന് ശേഷം ഇവിടെ ബദർപൂർ ജംഗ്ഷനാണ്. അവിടെ വെച്ച് ഇതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ലോക്കോ റിവേഴ്സലുണ്ട്. ചെറുക്കം കാണിക്കുന്നുണ്ടോ, സിഗരറ്റ് വെച്ചിട്ടുണ്ടവൻ നടുവിൽ കാണിക്കുന്നുണ്ട്. ഇവനൊക്കെ എന്തിൻ്റെ അസുഖമാണോ എന്തോ. ഓരോ തലതെറിച്ച പിള്ളേരെ അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് അവൻ നടുവിൽ കാണിക്കുന്നത്. എനിക്ക് എന്തിൻ്റെ അസുഖം ഇവനൊക്കെ. ഇവിടെ ഈ വെറുതെ നടക്കുന്ന പിള്ളേർ അതൊക്കെ.
അങ്ങനെ ബൈ ബൈ സിൽച്ചർ. ഇനി നമുക്ക് അടുത്ത തവണ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് വരുമ്പോഴേക്കും കാണാം കേട്ടോ. എന്തായാലും ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് അടിക്കണം. നോർത്ത് ഈസ്റ്റിൽ അത്യാവശ്യം എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ട്രിപ്പ് അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അടിക്കണം. 2-3 ആഴ്ച എടുക്കും, അതൊരു പ്രശ്നം. ബൊറാക് ബ്രഹ്മപുത്ര അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ ബഡർപൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ നല്ല ആള് കയറാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇവിടെ ഡീസലിലൊക്കെ ഓണാക്കിയിട്ടുണ്ടോ, ഇത് അതാണോ പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ജനറലൊക്കെ നല്ല രീതിയിൽ കയറാൻ വേണ്ടി. കാരണം ഇവിടുത്തെ ദിബ്രുഗഡിലേക്ക് ഡയറക്റ്റ് ഉള്ള ഒറ്റ സർവീസ് ചെയ്തറിയാമോ, വേറെ സർവീസ് ഒന്നുമില്ല. ആകെ ശനിയാഴ്ച മാത്രമേ ഇവിടുന്ന് ദിബ്രുഗഡിലേക്ക് വണ്ടി ഉള്ളത്. വേറെ വണ്ടി ഒന്നുമില്ല. വേറെ അതിൻ്റെ പേര് ലംഡിങ് പോയി കണക്റ്റിങ് പിടിച്ച് പോകണം. സിൽച്ചറിന് ആകെ ദിബ്രുഗഡിലേക്കും തിൻസുക്കിയിലേക്കുള്ള ഡയറക്റ്റ് വണ്ടി ഇത് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടി ഒന്നുമില്ല. അതുമല്ല ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ജനറലിൽ കയറാനുള്ള ആൾക്കാരാണ് കൂടുതൽ. ഈ സിൽച്ചറിലൊക്കെ അത്യാവശ്യം മലയാളികളുള്ള സ്ഥലമാണ്. കഴിഞ്ഞ നാളെ അയൻബി ട്രിപ്പ് വന്നപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് കാണാൻ വേണ്ടി 2-3 അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുറച്ച് ചേട്ടന്മാരെ കാണാൻ വന്നായിരുന്നു. ആദിൽ എന്ന ചേട്ടൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ സിൽച്ചറിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അസമിൽ അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റിയിൽ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരാളെ കണ്ടു. മലയാളിയാണെന്ന് ചോദിച്ചാൽ എന്നോട്. ഇവിടെ കുറേ ആൾക്കാർ നമുക്കിങ്ങനെ ഇരിക്കുന്നതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അഗർത്തല SMVT ബംഗളൂരു ഹംസഫർ ഉണ്ട്, അതായത് നമ്മുടെ ഇന്ത്യസ് ലോങ്ങസ്റ്റ് ഹംസഫർ. അത് വരും. അത് റീഷെഡ്യൂൾഡാണ് 11 മണിക്കൂർ എന്തോ. അപ്പോൾ അതിൽ കയറാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ അഗർത്തലയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഈ ബഡർപൂർ കയറിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡർപൂർ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ് ഈ ഒരു സെക്ഷനിൽ. ഇവിടെ നിന്ന് എങ്ങനെ സംഭവം എന്നറിയോ, നമ്മൾ നേരത്തെ കണ്ട ലോക്കോ ഇല്ല, ഇതിൻ്റെ ലീഡിങ് ലോക്കോ. ഈ ലീഡിങ് ലോക്കോ ബഡർപൂർന്ന് ബാങ്കർ ലോക്കോ ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം ഇവിടുന്ന് ബാങ്കർ വേണം, ഇവിടുന്ന് ഗാർഡ് സെക്ഷനാണ് ലംഡിങ് വരെ. അപ്പോൾ നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടുവന്ന ലോക്കോ ഇവിടുത്തെ ബാങ്കറായിട്ട് പോവും, അതായത് പുറകിൽ നിന്ന് തള്ളുന്ന ലോക്കോ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ WDP40 ലോക്കോ ഇല്ലേ, അതായിരിക്കും ഇവിടുന്ന് ലീഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് പരിപാടി. ഇവിടുന്ന് ബാങ്കർ ലോക്കോ പിടിപ്പിക്കും നമ്മുടെ വണ്ടിക്ക്, ഗാർഡ് സെക്ഷനല്ല. അപ്പോൾ അതുകൊണ്ട് മുന്നിലും കുറേ ലോക്കോസ് ഉണ്ടാവും. റേഞ്ച് ഒക്കെ കുറവായിരിക്കും ഈ സെക്ഷനിൽ. ഇടയ്ക്ക് സ്റ്റേഷനൊക്കെ എത്തുമ്പോഴേ റേഞ്ച് ഉള്ളൂ. ഇവിടുന്ന് 526 കിലോമീറ്ററാണ് ദിബ്രുഗഡിലേക്കുള്ളത്. നമ്മൾ നല്ല ടൈം എടുക്കും, കാരണം ഇത് പയ്യെ പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ്. പയ്യെ പോയാലും ധൃതിയൊന്നുമില്ലല്ലോ. അതുമല്ല ഗാർഡ് സെക്ഷൻ ലംഡിങ് വരെ പയ്യെ പോകത്തുള്ളൂ. അവിടെ നിന്നാണ് പിന്നെയെങ്കിലും കുറച്ചെങ്കിലും സ്പീഡ് എടുക്കുന്നത്. നമുക്ക് നാളെ ദിമാപൂർ സ്റ്റേഷനൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ദിമാപൂർ വഴിയാണ് നമ്മൾ പോകുന്നത്, നാഗാലാൻഡ് വഴി. നാഗാലാൻഡ് ബോർഡറൊക്കെ കയറി നമ്മൾ പോകുന്നത്. അപ്പോൾ ദിമാപൂർ വഴിയാണ് ഈ വണ്ടി ദിബ്രുഗഡിലേക്ക് പോകുന്നത്. രാത്രി കഴിക്കാൻ വേണ്ടി ഞാൻ IRCTC ഫുഡ് ഓൺ ട്രാക്കിൽ നോക്കിയപ്പോൾ സൊമാറ്റോ ഇല്ല, ബഡർപൂറിലുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവിടുന്ന് ഫുഡ് കിട്ടി, താലി കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ഇവിടെ നിന്നൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞ വണ്ടി ഉണ്ടോ, അഗർത്തല SMVT ഹംസഫർ ഉണ്ടോ, അതിപ്പോൾ വന്ന് നമ്മളെ വണ്ടി ഇതിൻ്റെ വിട്ടില്ല. 1/2 മണിക്കൂറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ലേറ്റാണ് ഇപ്പോൾ വണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കയറി പോയിട്ട് വിടാനാണോന്നും അറിയത്തില്ല. നമ്മുടെ വണ്ടി സിഗ്നലായി കേട്ടോ, അപ്പോൾ അത് കയറി പോകത്തില്ല. ഞാനൊന്ന് പേടിച്ച് പോയിട്ട് അത് കയറി പോകുന്നത്. ഇനിയിപ്പോൾ ഫുള്ള് ഗാർഡ് സെക്ഷനാണ്. നമുക്ക് ആ ഗാർഡ് സെക്ഷൻ ഇരിക്കുമ്പോൾ മിസ്സായി. കാരണം ഇങ്ങോട്ട് വരാൻ നേരത്തെ അരുണ എക്സ്പ്രസ് ലേറ്റ് ആയതുകൊണ്ട് രാത്രി ആയിപ്പോയി. അല്ലെങ്കിൽ ഡേ ടൈമിൽ പാസ്സാവേണ്ട സെക്ഷനായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡ് സെക്ഷനാണത്. ഇപ്പം എന്തായാലും കാണാൻ പറ്റില്ല, രാത്രിയല്ലേ. ഈ എരപ്പിച്ചോണ്ടിരുന്ന ലോക്കോ അല്ല കേട്ടോ പിടിപ്പിച്ച, വേറെ ഏതോ ലോക്കോ ആണേ. അതിന് ഏതാണ് എന്താ, നാളെ ദിബ്രുഗഡ് പോകുമ്പോൾ നോക്കാൻ നോക്കുക ഏതാണെന്ന്. നമ്മളെ വണ്ടിയെ പിടിപ്പിച്ചപ്പോൾ വേറെ ഏതോ എവിടെ നിന്ന് വന്ന ലോക്കോ ആണ്. ഇത് ഭയങ്കര എരപ്പിക്കല, നമ്മളെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര എരപ്പിക്കല കേട്ടോ. നോക്കിയേ, ഭയങ്കര എരപ്പിക്കല. അതിൻ്റെ ക്രൂ ഒന്നുമില്ല, ഓണാക്കിയിട്ട് അങ്ങോട്ട് പോയേക്കോ എന്ന് തോന്നുന്നു. ഇത് ഈ മറ്റേ തണുപ്പത്ത് മറ്റേ ഡീസൽ വണ്ടികളൊക്കെ ഓഫാക്കാതെ എടുത്തില്ല, അതേപോലെ തന്നെ സെറ്റപ്പ് ആകുന്നത്. ഇതാണ് മറ്റേ അഗർത്തല SMVT ഹംസഫർ കേട്ടോ, ഇന്ത്യസ് ലോങ്ങസ്റ്റ് ഹംസഫർ.
ബദർപൂർ വിട്ടിട്ട് അടുത്ത സ്റ്റേഷനിൽ എന്തോ സുഹൃത്പൂറോ അങ്ങനെന്തോ കൊണ്ട് പിടിച്ചിട്ടേക്കുകയാണ്. ഇപ്പോൾ വണ്ടി 1 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. എന്തുവാണ് നമ്മൾ കയറുമ്പോൾ മാത്രമല്ല ഈ വണ്ടികളൊക്കെ ലേറ്റ് ആവണം. എന്ത് കഷ്ടതയ്ക്ക് ഇത് ലേറ്റ് ആവാത്ത വണ്ടി ഇത് എന്തോന്ന് അറിയത്തില്ല. റെഡ് സിഗ്നലാണെന്ന് തോന്നുന്നു. അങ്ങനെ റെഡ് സിഗ്നലൊന്നും കാണുന്നില്ല. ക്രോസിങ് നോക്കിയിട്ട് ട്രെയിനൊന്നും ക്രോസിങ്ങും കാണിക്കുന്നില്ല. എന്തൊക്കെയാണോ എന്തോ ക്രോസിങ് കേട്ടോ. എൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്. അതാണ് ഇത്രയും നേരം പിടിച്ചിട്ട് കേട്ടോ. മിക്കവാറും മുന്നത്തെ സ്റ്റേഷനോ വല്ല സ്ഥലമില്ലാത്തതോ അല്ല ആയിരിക്കും, അറിയില്ല എന്താന്ന്. ഇവിടെ ഇപ്പോൾ 2 ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടുന്നുണ്ട്. ഒരെണ്ണം നമ്മളെ പുറകെ കൂടെ ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ ഒരെണ്ണം ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇത് എന്ത് ഇവിടെ സംഭവിക്കുന്നത്? ഇതുണ്ട്, ഇത് ഏതോ ഗുഡ്സ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഗുഡ്സ് തന്നെയാണ് കേട്ടോ. ഇതേതോ ഗുഡ്സ് ആണ്. അതിന് അപ്പുറത്ത് എന്താന്ന് പോയി നോക്കട്ടെ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ആ ബാംഗ്ലൂർ പോകുന്ന ഹംസഫറാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കയറി പോവോ? എനിക്ക് കയറി പോകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എന്തോ സംഭവിക്കുന്നു ഒന്നും മനസ്സിലായില്ല. നമ്മളെ ഇവിടെ ഒതുക്കിയിട്ടിട്ട് ഒരു ഗുഡ്സ് ട്രെയിൻ ക്രോസിങ്ങിന് അങ്ങോട്ട് പോയി. ഇത് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോവാ. ഇത് ചവിട്ടുമെങ്കിൽ നമ്മളായിരിക്കും പോകുന്നത്. ചവിട്ടിയില്ലെങ്കിൽ ഇതായിരിക്കും ഇത് കയറി ഓട്ടയ്ക്ക് അടിക്കും നമ്മളെ. ഇവരിപ്പോൾ ചെയ്ത നല്ലൊരു പരിപാടിയാണ്. നമ്മളെ ഇവിടെ ക്രോസിങ്ങിന് ഇട്ടിട്ട് ഗുഡ്സ് കയറി വന്നു. അപ്പോൾ ഗുഡ്സ് ഇപ്പുറത്തെ ലൈനിൽ വന്നു, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ പുറയത്തെ സ്റ്റേഷനിൽ വെറുതെ ആ ഹംസഫറിനെ പിടിച്ചിടുന്നതിന് പേര് ഇങ്ങോട്ട് കയറ്റിയിടുന്നതല്ലേ. ആ ടൈം ഗ്യാപ്പിന് തന്നെ ഹംസഫറിനെ ഈ ലൈനിൽ കയറ്റിയിട്ട് നമ്മൾ വിട്ടു. അപ്പോൾ ഹംസഫറിന് അത്രയും ടൈംലെസ് അവിടെ കുറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കഴിഞ്ഞ സർവേക്ക് വന്ന പോലെ മുന്നിലുള്ളവ പോവാതെ പുറയുള്ള വിടത്തില്ല. അങ്ങനത്തെ ചില വാശിയൊക്കെ ഉണ്ട് ചിലർക്ക്. അടുത്ത സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോവാണ്. ഇത് കൊൽക്കത്തയിൽ സിൽച്ചർ പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ആട്ടോ. അത് തന്നെ ക്രോസ് ചെയ്ത് പോവാണ് നമ്മളെ. പുറത്തെ ബാങ്കർ ഞാൻ പറഞ്ഞില്ലേ മുന്നിലും ബാക്കിലും ലോക്കം ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ ഇനി ഞാൻ പോയി കിടക്കട്ടെ. ഇപ്പൊ 11 നേരം വിളക്ക് ഇവിടെ 5 മണിയാവും. അപ്പൊ നേരത്തെ കിടന്നേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തുണ്ട്. ദിമാപൂര് നമ്മള് 3:45 അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മള് തിരിച്ച് ദിബ്രുഗഡിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പം അടുത്ത ദിവസം രാവിലെ 5:30 സമയം നമ്മൾ നാഗാലാൻഡൊക്കെ കഴിഞ്ഞ് ഇപ്പം അസമിൽ തന്നെയാണ്. മറിയാനിന്ന് എന്നൊരു സ്ഥലം എത്താറായിട്ടുണ്ട്. മറിയാനി ഇവിടെ നിന്ന് ഇനിയുണ്ട് ദൂരം. വണ്ടി ഇപ്പോൾ 1 മണിക്കൂർ ലേറ്റാണ്, പക്ഷേ ഓൺ ടൈം എത്തും. വലിയ സ്പീഡൊന്നും ഇല്ലാത്ത സെക്ഷനാണ് കേട്ടോ. ഭയങ്കര സ്ലോയിലാണ് ഇടയ്ക്ക് വണ്ടി പോകുന്നത്. 100 or 90 എങ്ങാണ്ടേ ഉള്ളൂ സ്പീഡ്. ഇടയ്ക്ക് തേയില നട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തേയിലയുണ്ട്, നെൽകൃഷിയുണ്ട്, എല്ലാ സംഭവമുണ്ട്. സിംഗിൾ ലൈനാണ്. ഇപ്പോൾ വണ്ടി അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. 100 kmph ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടിട്ട്. നമുക്ക് ഇവിടെയൊക്കെ നിറച്ച് തേയില ഇത് കണ്ടോ. ഇവിടെ നോക്ക് എല്ലാം തേയിലയാണ്. കണ്ടില്ലേ നമ്മുടെ അവിടെ തേയിലത്തോട്ടം ഇല്ല, അതേപോലെ തന്നെ ഫുള്ള് തേയില അവിടെ എല്ലാം.
നിങ്ങൾക്കറിയാം ഈ അസം ടീ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഫുള്ള് തേയിലത്തോട്ടം. അസമിൽ ചായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ എല്ലാം ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കുറേ നാളുടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ലോക്കം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഇലക്ട്രിക് വണ്ടികളൊന്നും ഓടാത്തത്. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നതുകൊണ്ട് നമ്മളെ ഇവിടെ ലൂപ്പ് ട്രാക്കിൽ കൊണ്ട് ഇപ്പം ചവിട്ടി കേട്ടോ. സമയം 6:30. നമ്മളിപ്പം മറിയാനി ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മറിയാനി ജംഗ്ഷൻ കേട്ടോ. ഈ ഭാഗം എല്ലാം തിൻസുക്കിയ ഡിവിഷനാണ്. നമ്മൾ ഇത്ര നേരം വന്നതൊക്കെ ലംഡിങ് ഡിവിഷൻ അല്ലായിരുന്നോ? അപ്പൊ ഇനി മുതൽ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ തിൻസുക്കിയ ഡിവിഷനിൽ വരുന്ന സ്ഥലം ഇതൊക്കെ. ഈ മറിയാനിന് ഗോഹട്ടിക്ക് ഒരു വണ്ടിയുണ്ട്. അതിന്റെ പേരെന്നറിയോ? BG എക്സ്പ്രസ്. എന്തോ എനിക്കില്ലേ, BG എക്സ്പ്രസ് കേട്ടിട്ടുണ്ട്. ഈ മറിയാനിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് ജോർഹട്ട് ടൗൺ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ലൈൻ തിരിയുന്നുണ്ട്. ഈ ഗോഹട്ടിന്ന് ജോർഹട്ടിലേക്ക് ഒരു ജനശതാബ്ദി ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ചായ മേടിക്കുമ്പോഴേ ചായക്ക് കടുപ്പം കുറയും. ഒരിക്കലും ഇവര് കടുപ്പത്തിന്റെ ആൾക്കാരിലും തോന്നുന്നു ലൈറ്റ് ചായ കിട്ടുന്നത്. അതാണ് അസം ടീ, അറിയത്തില്ല കേട്ടോ. ഇവർ ലൈറ്റ് ചായയുടെ ആൾക്കാരാണ്. ഇവരിങ്ങനെ കടുപ്പത്തി ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നത്. നമ്മളിനി പോകുന്ന വഴിക്ക് സിമലുഗുരി ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ശരിക്കും 2 ലൈൻ വഴി ദിബ്രുഗഡ് പോകാൻ പറ്റും. ഒരെണ്ണം നമ്മൾ പോകുന്ന സിക്സാഗർ എന്ന വഴി കൂടെ പോകാൻ പറ്റും. ഒരെണ്ണം തിൻസുക്കിയ വഴി പോകാൻ പറ്റും. തിൻസുക്കിയ വഴിയാണ് മറ്റേ വിവേകമൊക്കെ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, അത് കുറച്ച് ലോങ് റൂട്ടാണ്. നമ്മളുടെ ലെഫ്റ്റ് എടുത്തിട്ടുള്ള ലൈനിൽ കൂടെ ആണ് നമ്മൾ ദിബ്രുഗഡ് പോകുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇതേപോലെ ബ്ലൂ കോച്ചുകൾ കാണാൻ പറ്റും കേട്ടോ. ഇവരും ബ്ലൂ കോച്ചുകൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടാ, യെല്ലോ ഉണ്ട്, പക്ഷേ ബ്ലൂ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂസ് ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി എടുത്ത ഉടനെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു. അതല്ല, ഒരു 5-10 മിനിറ്റ് ഇവിടെ വണ്ടി ഇവിടെ ഇട്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു വണ്ടി വരുന്ന കാണാം. ഇത് ഗുവാഹട്ടിയിലെ ദിബ്രുഗഡ് പോകുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിനിവിടെ ലോക്കോ റിവേഴ്സൽ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മാലയൊക്കെ ഇട്ട് വരുന്ന വണ്ടി ഉണ്ടോ? ഇതിന്റെ പേരെന്താണെന്നറിയാം, നാഗാലാൻഡ് എക്സ്പ്രസ്. അതാണ് ഈ വണ്ടി കേട്ടോ. കറങ്ങി അടിച്ച് വരുന്ന ഏതോ ഒരു ഓവർനൈറ്റ് വണ്ടി കേട്ടോ. സ്ലീപ്പർ AC എല്ലാം ഉണ്ട്. നാഗാലാൻഡ് എക്സ്പ്രസ് ആണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ. നാഗാലാൻഡ് എക്സ്പ്രസ് ഗുവാഹട്ടിയിൽ നിന്ന് ദിബ്രുഗഡ് പോകുന്ന. ഇവിടെ എല്ലാം തേയിലത്തോട്ടം നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. നോക്ക്, നമ്മൾ നേരത്തെ വരാനത്തും കണ്ടു, എല്ലാം തേയിലത്തോട്ടമാണ്. ഫുള്ളതാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. പക്ക നമ്മുടെ അവിടെ സൗത്തിലെ ചില ഫോറസ്റ്റ് ഏരിയ കൂടെ നമ്മൾ ബൈ റോഡ് പോകത്തില്ലേ, അതേപോലെ തന്നെ ഉണ്ട്. നോക്ക്, കണ്ടാ, ഫുള്ള് തേയിലത്തോട്ടം, ഫുള്ള് അടിപൊളി. നമ്മുടെ അവിടെയൊക്കെ മലയുടെ ചരിവിലല്ലേ തേയില ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ അതിന് പറ്റിയ ക്ലൈമറ്റും സോയിലും ഒക്കെയാണുള്ളത്.
സൈഡിലും ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നോർത്ത് ഈസ്റ്റ് വന്നതിൽ ഇന്ന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ മുകളിലോട്ട് കയറി വന്നുകൊണ്ടായിരിക്കാം. നമ്മളീ പോകുന്ന ദിബ്രുഗഡ് ശരിക്കും ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കേട്ടോ. ആ ബ്രഹ്മപുത്ര നദി കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അരുണാചൽ പ്രദേശാണ് കാണുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ഏകദേശം ബോർഡറായിട്ട് വരും ദിബ്രുഗഡ്. ദിബ്രുഗഡിൻ്റെ തൊട്ടടുത്ത് ബ്രഹ്മപുത്ര നദിയാണ്. നല്ല നീണ്ടു തുറന്നു കിടക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ശരിക്കും നമ്മുടെ കേരളം പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഈ അസം കേട്ടോ. ഫുള്ള് പച്ചപ്പും തെങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. പക്ക കേരളം പോലെ. നമ്മളെ കേരളത്തിൽ ചില ഉൾഗ്രാമങ്ങളൊക്കെ പോലെ അതേപോലെ തന്നെ പാടങ്ങളൊക്കെ ആയിട്ട് പക്ക നമ്മൾ ആ ഒരു സ്റ്റൈലാണ് ഇവിടെ. അപ്പോൾ ഇതാണ് സിമലുപുരി ജംഗ്ഷൻ കേട്ടോ. ഇവിടുന്ന് ദിബ്രുഗഡിലേക്ക് 2 ലൈനുണ്ട്. നമ്മൾ ലെഫ്റ്റത്തെ ലൈനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ജംഗ്ഷൻ ആണെങ്കിലും ചെറിയൊരു സ്റ്റേഷൻ, ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 2 അല്ല കേട്ടോ, 3 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കൂടെ അപ്പുറത്തുണ്ട്. 48 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ പിന്നെ ദിബ്രുഗഡ് എത്തും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് സിബ്സാഗർ ടൗൺ എന്നൊരു സ്റ്റേഷനാണേ. ഇതാണ് 2 ലൈൻ കണ്ടോ. ഈ ലൈനാണ് ന്യൂ തിൻസുക്കിയ വഴി ദിബ്രുഗഡ് പോകുന്നത്. നമ്മൾ സിബ്സാഗർ വഴി ദിബ്രുഗഡ്. ഇത് കണ്ടോ, അൺമാൻഡ് ലെവൽ ക്രോസിംഗ് കണ്ടോ. നോക്കി ഭയങ്കര റെയർ ആയി ഇപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടോ. അൺമാൻഡ് ലെവൽ ക്രോസിംഗ്. അവിടെ ഗേറ്റ് ഇല്ല. ഷോ ഇവിടെ അതൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഒരു WDG 4D ലോക്കോ കേട്ടോ. ഗുഡ്സ് ലോക്കോ ആണ്. അതാണ് നമ്മളെ വലിച്ചോണ്ട് പോകുന്നത്. ഇതുകൊണ്ട് ഫുള്ള് വളഞ്ഞുള്ളൊരു സ്റ്റേഷനാണ് ഈ സിബ്സാഗർ ടൗൺ എന്ന് പറഞ്ഞത്. അപ്പുറത്താണ് പ്ലാറ്റ്ഫോം കാണിക്കാവേ. ഫുള്ള് വളഞ്ഞുള്ളൊരു സ്റ്റേഷനാണ്ടാ. ഇവിടെ കുറേ പേര് ഇറങ്ങി കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇറങ്ങി. ഇതിനൊരു മെയിൻ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. സിബ്സാഗർ ടൗൺ. ഒറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 2 ട്രാക്കേ ഉള്ളെങ്കിലും പ്ലാറ്റ്ഫോം ഒന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ന്യൂ തിൻസുക്കിയെന്ന് രംഗിയാൻ എന്ന സ്ഥലമുണ്ട് ഗോഹട്ടിക്ക് അടുത്ത്. അവിടം വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ നമ്മളാണോ അതാണോ ചവിട്ടുന്നത് അറിയത്തില്ല. അതും ഈ ഒരു സ്റ്റേഷൻ അടുത്തായിട്ടുണ്ട്. കാരണം നമ്മളായിരിക്കും ചവിട്ടുന്നത്. ഇതാണ് നമുക്ക് ക്രോസിങ്ങിന് വന്ന വണ്ടി കേട്ടോ. ഇത് ന്യൂ തിൻസുക്കിയ രംഗിക്ക് പോകുന്നൊരു നോർമൽ എക്സ്പ്രസ് ട്രെയിനാണ്. ഫുള്ള് ജനറൽ മാത്രമുള്ള വണ്ടിയാണ്. അതിൻ്റെ ലോക്കോ ഉണ്ടോ, സിലിഗുഡിയുടെ ഒരു WDG 4 ലോക്കോ വേണ്ട. അതവിടെ ലൂപ്പ് ട്രാക്കിൽ കൊണ്ട് നിർത്തി. എന്താണെന്തോ ചിലപ്പോൾ വേറെ വണ്ടി നമ്മുടെ പുറകിലുണ്ടാവും ക്രോസിങ്ങിന് വേണ്ടിയേ. ഉള്ളതല്ലേ. ഇതിൽ 1, 2, 3, 4, 5, 6 നീലക്കോച്ചുണ്ട്. അറിയാണ്ടാ കുഞ്ഞു വണ്ടിയാണേ. അതുകൊണ്ട് രംഗിയ എക്സ്പ്രസ് എന്നെഴുതിയിരിക്കുന്നുണ്ട്. രംഗിയ എക്സ്പ്രസ് ന്യൂ തിൻസുക്കിയ രംഗിയ ലീഡോ. ലീഡോ എന്ന സ്ഥലത്തേക്ക് ഈ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ലീഡോ. മറ്റേ വണ്ടി എടുത്തു കേട്ടോ. അപ്പം ക്രോസിംഗ് ഒന്നും അല്ല. പക്ഷെ എന്തിനാണ് ലൂപ്പ് ട്രാക്കിൽ കയറ്റിയാ.
ദിബ്രുഗഡ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്താണ് ദിബ്രുഗഡ് പോകുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ ബ്രഹ്മപുത്ര നദി കടക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേരാണ് ബോഗിബീൽ ബ്രിഡ്ജ്. അതായത് നമ്മുടെ ഇന്ത്യാസ് ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. അതായത് ആ ഒരു പാലം ഡബിൾ ഡക്കർ പോലെ ആയിരിക്കും. അതിന്റെ മുകളിലത്തെ ഭാഗം റോഡും താഴത്തെ ഭാഗം ട്രാക്കും ആയിരിക്കും. അപ്പം ഒരേ സമയത്ത് തന്നെ ട്രെയിനും പോകും, എന്റെ മുകളിൽ കൂടെ റോഡിൽ കൂടെ വണ്ടികളും പോകും. റെയിൽ കം റോഡ് ബ്രിഡ്ജ് എന്ന് പറയും. അത് ഈ ഭാഗത്ത് കുറേ ഉണ്ട്. അതിൽ ലോങ്ങസ്റ്റ്, ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഇവിടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മപുത്ര നദിയുടെ മുകളിൽ കൂടെ അത് മുർക്കോങ്സലൊക്കെ അങ്ങോട്ട് കണ്ട് പോകുന്ന റൂട്ടാണത്. ഇതാണ് ആ പാലത്തിലേക്ക് ആ പോകുന്ന വഴി കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് അങ്ങനെ പോകണം. അങ്ങ് ദൂരെ എനിക്ക് കുറേ മലനിരകളൊക്കെ കാണാം. ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് കേട്ടോ. ആ കോട മൂടി നിൽക്കുന്ന ഭാഗം കാണുന്നതാണ് അരുണാചൽ പ്രദേശ്. ഈ ബ്രഹ്മപുത്ര നദി കടന്ന് നേരെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഉയർന്ന ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം കേട്ടോ. ഫൈനലി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ദിബ്രുഗഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദിബ്രുഗഡ് കേട്ടോ. നമ്മുടെ വിവേകൊക്കെ തുടങ്ങുന്ന സ്ഥലമാണ് ദിബ്രുഗഡ്. നമ്മൾ ഡിപ്പ സ്റ്റേഷനിലേക്ക് കയറും. നമ്മളങ്ങനെ ദിബ്രുഗഡ് എത്തി. ഈ കിടക്കുന്നുണ്ട്, ഇതാണ് ഇന്ത്യസ് ഫസ്റ്റ് WDP4 ലോക്ക്. നോക്കി അതിന്റെ നമ്പർ കണ്ടോ, 20000. ഓക്കെ, അടിപൊളി സാധനം. ഒക്കെ ഇവിടെ ഒക്കെ കാണാൻ കിട്ടി. ഇതാണ് ദിബ്രുഗഡ് സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ അടുത്ത ദിവസം പോകുന്ന വണ്ടിയിലേക്ക് കിടക്കുന്നത് അവധ് അസം എക്സ്പ്രസ്. പൊളിച്ച് ഈ വണ്ടിക്കാണ് നമ്മൾ ഇനി അടുത്ത യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്ത്യാസ് ലോങ്സ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിനാണിത്. അവധ് അസം എക്സ്പ്രസ്. ഇവിടുന്ന് ദിബ്രുഗഡിൽ നിന്ന് ലാൽഗഡ് ഉണ്ട്, ബിക്കാനീർക്ക് പോകുന്നൊരു വണ്ടിയാണിത് കേട്ടോ. കണ്ടിട്ടൊക്കെ നല്ല കോച്ചാന്ന് തോന്നുന്നു. വണ്ടി ഓൾമോസ്റ്റ് ഇപ്പൊ കാലിയായിട്ടുണ്ട്. തിൻസുക്കിയ വരെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ തിൻസുക്കിയ. ഇപ്പം ഇതാണ് ദിബ്രുഗഡ് കേട്ടോ. നമ്മുടെ വിവേക് എക്സ്പ്രസ് ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഗൈസ്. ഞാൻ ഇതിന്റെ ലോക്കോ നോക്കാൻ വേണ്ടി ഇങ്ങനെ അറ്റം വരെ വന്ന, പക്ഷേ ഇത് നാശം പിടിക്കാനായിട്ട് വണ്ടി എടുത്തോണ്ട് പോവാ. അതുപോലെ WDG40 ലോക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് ഇത്. അപ്പുറത്ത് കിടക്കുന്ന ഏതാണെന്നറിയോ, ഇത് ഇവരുടെ പിറ്റ് ലൈനാണ്, ഇവരുടെ മെയിൻ്റനൻസ് നടത്തുന്ന യാർഡാണ്. നമ്മുടെ ദിബ്രുഗഡ് രാജധാനിയാണ്. ദിബ്രുഗഡ് ഡൽഹി, ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് അതാണ് കിടക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ട്രിപ്പിൽ ഞാൻ 5 രാത്രി കഴിച്ചു കൂട്ടിയത് ഈ ട്രെയിനിലാണ്. അതെങ്ങനെയാണെന്നറിയോ, ഞാൻ ശരിക്കും 3 രാത്രിയാണ് ഈ ട്രെയിനിൽ അരുണയ്ക്ക് ഉണ്ടായിരുന്നത്. 4ാമത്തെ രാത്രി എക്സ്ട്രാ കിട്ടിയതാണ്, മറ്റേ ഡേറ്റ് ആയതുകൊണ്ട്. ഇന്നും കൂടെ കൂട്ടി 5 രാത്രിയാണ് മൊത്തം ഈ ഒരു ട്രെയിനിൽ, ഈ ഒരു റേക്കിൽ ഞാൻ ഉറങ്ങിയത്. അറിയാം, എൻ്റെ ദൈവമേ, ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. 5 രാത്രിയായി ഞാൻ ഈ ട്രെയിനിൽ കിടന്നുറങ്ങി. ടാറ്റ ബൈ ബൈ, ഇനി ഒരിക്കലും കാണരുത് കേട്ടോ. എൻ്റെ ദൈവമേ, വെറുത്ത് പോയാൽ അരുണ എക്സ്പ്രസിൻ്റെ യാത്ര. ഇതിപ്പോൾ ന്യൂ തിൻസുക്കിയ പോകണം, അവിടെ വരെ ഉള്ളൂ ഈ വണ്ടി. ബറക് ബ്രഹ്മപുത്ര എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ. അപ്പോൾ ഇത് അവിടെ പോയിട്ട് തിരിച്ചിനി വൈകിട്ട് സിൽച്ചറിലേക്ക് പോകും. അപ്പോൾ ടാറ്റ ബൈ ബൈ. ദിബ്രുഗഡിന്റെ ബോർഡ് കണ്ടോ ഗൈസ്, ദിബ്രുഗഡ്. വാ, ഇവിടെ ഇലക്ട്രിക് ട്രെയിനൊക്കെ വരുന്നുണ്ടോ കേട്ടോ. ഇത് കണ്ടോ, ഇലക്ട്രിക് ലോക്ക് കിടക്കുന്നുണ്ട്. WP7 മിക്കവാറും ഇലക്ട്രിക് വരുന്നുണ്ടാവും, കുറവായിരിക്കും. പക്ഷെ കൂടുതലും ഞാൻ ഡീസലാണ് കണ്ടത്. ഇത് രാജധാനി കേട്ടോ. ഇത് ദിബ്രുഗഡ് ടൗൺ, ന്യൂഡൽഹി രാജധാനി, അതാണ് ഈ കിടക്കുന്നത് കേട്ടോ. ദിബ്രുഗഡ് ടൗണിൽ നിന്നുമുണ്ട്, ദിബ്രുഗഡ് ഇവിടെ രണ്ടിടത്തുനിന്ന് രാജധാനി ഉണ്ട് കേട്ടോ. ദിബ്രുഗഡ് ടൗൺ ഇവിടെ നിന്ന് മാറിയുള്ളൊരു സ്റ്റേഷനാണ്, ടൗണിലുള്ള സ്റ്റേഷനാണ്. ഇത് ടൗണിലല്ല, ഇത് കുറച്ച് മാറി അകത്തുള്ളൊരു സ്റ്റേഷനാണ് ദിബ്രുഗഡ്. നമ്മുടെ അടുത്ത യാത്ര ഈ വണ്ടിയിലാണ്. അവധ് അസം എക്സ്പ്രസ് കണ്ടോ, ബോർഡ് കണ്ടോ, അവധ് അസം എക്സ്പ്രസ്. ഇതിലാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇവിടെ ഏതോ വണ്ടി വരുന്നുണ്ട്, ന്യൂ ഗുവാഹട്ടിയുടെ ലോക്കോ കേട്ടോ. ഇത് ഏതാണ്, തിൻസുക്കിയ നഹർലാഗുൺ, ഏതാ വണ്ടി, തിൻസുക്കിയ നഹർലാഗുണോ? ഒരു മിനിറ്റ്, ഞാൻ വേറെ സ്പെറ്റർ നോക്കട്ടെ. ചെറിയ വണ്ടി കേട്ടോ. നഹർലാഗുൻ ഉണ്ടല്ലോ, നമ്മുടെ അരുണാചലിലെ ഇറ്റാനഗറിന്റെ
അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് നഹർലാഗുണ്ട്. അവിടെ നിന്ന് തിൻസുക്കിയ പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനായി പോകുന്നത് കേട്ടോ. കുഞ്ഞു വണ്ടിയാ. ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കം ഉണ്ടോ, WDP4. ഇന്ത്യയുടെ ആദ്യത്തെ WDP4 ആണ് സിലിഗുരിയുടെ കേട്ടോ. ഓക്കെ, ദിബ്രുഗഡ് സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിലാണ് ഞാൻ വന്നിരിക്കുകയുള്ളൂ കേട്ടോ. അത്ര വലിയ സ്റ്റേഷൻ ഒന്നുമല്ല, എന്നാലും ഓക്കെ, അത്യാവശ്യം വലിപ്പമുണ്ട്. കുറെ വണ്ടികളൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേഷൻ കൂടെയാണ് ഈ ദിബ്രുഗഡ്. നമുക്ക് ഇവിടെ എവിടെ വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് അത്രയ്ക്ക് കാര്യമായിട്ടില്ല. എല്ലായിടത്തും ഓംലെറ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഒരു ഡബിൾ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓംലെറ്റ് എല്ലായിടത്തും കിട്ടും, അതുകൊണ്ട് ചെയ്യില്ല. നല്ല ചൂട് ഫ്രഷ് ബ്രെഡ് ഓംലെറ്റ് കണ്ട, നല്ല വലിപ്പമുണ്ട്. ഇതാണ് കേട്ടോ ദിബ്രുഗഡ് സ്റ്റേഷൻ. നോക്കി, ഇവിടെ കുറെ പട്ടാളക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ട്രെയിനിലൊക്കെ പോകാൻ വേണ്ടി ഇഷ്ടംപോലെ പട്ടാളക്കാരെ കാണാൻ പറ്റും. ദിബ്രുഗഡ് സ്റ്റേഷന്റെ കെട്ടിടം കണ്ടോ, നല്ല നൈസ് കെട്ടിടം അല്ലേ, വെള്ള കളറില്. നല്ല ഇവിടൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, അങ്ങനെ കച്ചറ അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. ആസാം ഇപ്പം ഇതുവരെ വന്നിടത്തെല്ലാം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മറ്റേ മുറുക്കി തുപ്പുന്ന ഇടപാടൊന്നും ഇവിടെ അങ്ങനെ കണ്ടില്ല കേട്ടോ. ഈ സ്റ്റേഷനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉള്ളിലാണ് കേട്ടോ, ടൗൺ ഒന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല. ടൗണിനുള്ള സ്റ്റേഷനാണ് ആ ദിബ്രുഗഡ് ടൗണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്, മറ്റേ എയർബിഎൻബി വഴി. അവിടെ ആണ് 2 ദിവസം നിൽക്കുന്നത്. 2 ദിവസം നിന്നിട്ട് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയാണ് 2 ദിവസം നിൽക്കുന്നത്. ഇവിടെ ദിബ്രുഗഡിൽ റാപ്പിഡോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ റാപ്പിഡോ എടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോവാണ്. അവിടെ സ്റ്റേഷനിൽ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ റാപ്പിഡോ നമുക്ക് കിട്ടി ഇവിടെ വന്നാൽ. അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് ലോട്ടസ് ഹോം സ്റ്റേ എന്നാണ്. അപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ മുറി കേട്ടോ, ഇവിടെയാണ്, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ദിബ്രുഗഡിൻ്റെ ഹോം സ്റ്റേ ആണ്ടോ, ഇത് വൈറ്റ് ലോട്ടസ് ഹോം സ്റ്റേൻ്റെ ഹോം സ്റ്റേ ആണ്. നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ്. എനിക്ക് വലിയൊരു ബെഡ്റൂം, പിന്നെ അടുക്കളയാണ് കേട്ടോ, അടുക്കളയുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു അലമാരിയുണ്ട്, വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഒരു സ്മാർട്ട് TV ഉണ്ട്, AC ഉണ്ട്. പിന്നെ ഇതിൻ്റെ വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂമും അടിപൊളിയാണ് കേട്ടോ, എനിക്ക് അടിപൊളി വലിയ വാഷ്റൂം സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ബൊറക് ബ്രഹ്മപുത്ര എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് അവധ് അസാം എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അവധ് അസാം എക്സ്പ്രസ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിനാണ്. അതാണ് അവധ് അസാം. എല്ലാ ദിവസവും ഓടുന്ന, ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന എക്സ്പ്രസ് കാറ്റഗറി വരുന്ന ട്രെയിൻ. അതും 3 രാത്രി എടുക്കുക ഇവിടെ നിന്ന് വിക്കാനൂർ പോകാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.